RSSന്റെ നേതാക്കൾ പ്രവർത്തകരെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പങ്കുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ ഏത് കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവരുടേതായ ഒരു നേതാക്കളും ഒരിക്കലും ജയിലിൽ കിടന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണർ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദം ആഗ്രഹിക്കുന്നത് എന്ന്, ഇനി അല്ല ഇദ്ദേഹത്തെ കൊണ്ട് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ ഒരു പരീക്ഷണം അങ്ങനെ നടത്താൻ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേലാളന്മാർ **** അവരാഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യൻ, ഒരു കേരളീയന് തോന്നുന്ന ചിന്തയെ അത് ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ അങ്ങനെ വന്നത് ഞാനത് വായിച്ചത്. എനിക്കറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ചല്ല, അദ്ദേഹത്തിൻ്റെ എഴുതിയത് ഞാൻ മാതൃഭൂമി വായിക്കുന്ന ഒരു വായനക്കാരനായതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉണ്ടായ സംഭവത്തെ തുടർന്ന് മാതൃഭൂമി തന്നെ ഇക്കാര്യത്തിൽ എഡിറ്റോറിയൽ എഴുതിയതും ഞാനിവിടെ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഈ കാര്യത്തിൽ ഭരണഘടനാപരവും നിയമപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പം RSSന്റെ നേതാക്കൾ പ്രവർത്തകരെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പങ്കുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ ഏത് കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവരുടേതായ ഒരു നേതാക്കളും ഒരിക്കലും ജയിലിൽ കിടന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അന്ന് ഈ ജന്മി ജാതി നാടുവാഴിത്ത വ്യവസ്ഥയ്ക്ക് ദാസ്യവേല ചെയ്യുകയും വൈദേശിക ശക്തികളുമായി ആ വിധത്തിൽ സമരസപ്പെട്ടു പോവുകയും ഇന്ത്യ വിഭജനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം ഈ ത്രിവർണ്ണ പതാകയെ ആദരിക്കരുത്, ഈ 3 നിറങ്ങൾ എന്നുള്ളത് ആ 3 നിറങ്ങൾ അത് അശുഭകരമാണ് എന്നുള്ള നിലയിലേക്കും ഒക്കെ, പിന്നെ ഈ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ്, അത് തന്നെ നമുക്ക് സ്വീകാര്യമല്ല. ഇതെല്ലാം പറഞ്ഞു ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തിനാണ് അത് കുത്തി നോവിക്കുന്നത്? ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം, നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ഇതാണല്ലോ അഭിലാഷ്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എന്നുള്ളത്. ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിന് വിരുദ്ധമായ നിലയിലുള്ള ഏതെങ്കിലും ഒരു ഭൂപടം കാട്ടി അതിൽ ഭാരതാംബയുടെ, ഇനി ഭാരതമാതാവാണെന്ന് പറഞ്ഞൊരു കൂട്ടരെ വെച്ചോട്ടെ, അല്ല അത് മറ്റേതെങ്കിലും ഒരു പടം വെച്ചോട്ടെ, അത് ഔദ്യോഗികമായി അത്തരത്തിൽ കാട്ടുന്നത് പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് കുറ്റകരമാണ്? ഈ കാട്ടുന്നതായ ചിത്രത്തിൽ ഇപ്പം RSSനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രേക്ഷകർക്കും വീട്ടിലെല്ലാം ഇത്തരത്തിൽ നമ്മുടേതായ രാഷ്ട്രം ഇങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടിങ്ങനെ, അങ്ങനെയൊന്നും ആയിരുന്നില്ല. 100 കണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ നാട്ടുരാജ്യങ്ങൾ തമ്മിലെല്ലാം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. പാവപ്പെട്ട ഒരുപാട് ആളുകൾ അത്തരത്തിൽ അവർ ചത്തു വീണിട്ടുണ്ട്. അതെല്ലാം രാജാവിനും നാടുവാഴിക്കും വേണ്ടിയായിരുന്നു അങ്ങനെ നടത്തിയിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സമരത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സ്വന്തം പട്ടാളത്തെ അയച്ചു കൊടുത്ത് പണവും കൊടുത്ത സിന്ധ്യ രാജ കുടുംബത്തെ നാം മറന്നു പോകരുത്. 1721 ആദ്യത്തെ ഇന്ത്യയിലെ ജനകീയ കലാപമായ ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച് അന്ന് ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ നാനാജാതി മതസ്ഥരായ ജനങ്ങളെ അടിച്ചമർത്താൻ കൊല ചെയ്യാൻ വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് കമ്പനി പട്ടാളത്തോടൊപ്പം പഴയ തിരുവിതാംകൂറിലെ നാട്ടുപട്ടാളവും മറ്റ് രാജ്യങ്ങളിലെ പട്ടാളവും എല്ലാം വന്നത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്നുള്ള നിലയിലേക്ക് പറയും. ഇന്ത്യ എന്നൊരു രാഷ്ട്രം മൂർത്തമായ സങ്കല്പമായി വരുന്നത് ഈ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലാണ്. ഞാൻ ഇപ്പോൾ ഗവർണർ ചെയ്തിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളായി പല രാജ്യങ്ങളും ഉണ്ട് അല്ലേ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പലതുമുണ്ട്. നമ്മൾ 201-ലധികം രാജ്യങ്ങളുമായി നമുക്ക് നയതന്ത്ര ബന്ധങ്ങളുണ്ട്. നമ്മൾ ഒരു രാജ്യത്തെയും എനിമി നേഷനായി പ്രഖ്യാപിച്ചിട്ടില്ല. പാകിസ്ഥാനുമായി നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഇപ്പോൾ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളെല്ലാം അതിനായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായ നിലപാടെടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഈ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു അരമിനിറ്റ്, ഇന്ത്യയുടെ ഭൂപടം വികലമായി ചിത്രീകരിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് അല്ല ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് അല്ല അവരുടെ ഒരു സുപ്രീം കോടതി ജഡ്ജി പ്രദർശിപ്പിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും? ഇവിടെ ഭൂട്ടാനെ, നേപ്പാളിനെ, ബംഗ്ലാദേശിനെ, പാകിസ്ഥാനെ, അഫ്ഗാനിസ്ഥാനെ, അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും ഭാഗങ്ങളെല്ലാം ചേർന്ന് ഇതാണ് അഖണ്ഡ ഭാരതം എന്നുള്ള നിലയിലേക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയാവുന്നതാണ് ഗവർണർ. ആ ഗവർണർ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത് ഭരണഘടനാ ലംഘനവും നിയമവിരുദ്ധവുമാണ്. ഒരു സാധാരണ പൗരനാണ് ഇത് ചെയ്തതെങ്കിൽ ഇത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. 7 വർഷം തടവ് ശിക്ഷയും 100 കോടി രൂപ പിഴയും അടക്കം കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളതാണ്, പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളതാണ്. ആ
രാജ്യമുള്ള നാട്ടിലാണ് ഈ ഭരണഘടനാ തലവൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്ന് ധരിച്ചു കളയരുത്. കാരണം ഗവർണർ പോകുമ്പോൾ ഈ വിമാനത്താവളങ്ങളിലൊന്നും ഫ്രിസ്കിംഗ് ഇല്ല. നമ്മൾ പോകുമ്പോൾ ദേഹപരിശോധന ഉള്ളതുപോലെ ഫ്രിസ്കിംഗ് ഇല്ല. അതുകൊണ്ട് എന്തും നിയമവിരുദ്ധമായിട്ടുള്ളതെല്ലാം കൊണ്ടുപോകാം, അത്തരത്തിലുള്ള ഈ നിയമം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളടക്കം കൊണ്ടുപോകാം, ഇതൊന്നും ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതി ജഡ്ജിമാരും അങ്ങനെ ഈ യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിമാരും അതുപോലെ ഗവർണർമാരും എല്ലാം ധരിച്ചാൽ എങ്ങനെയിരിക്കും? വൺ വേ കട്ട് ചെയ്ത് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകാറുണ്ട്. അതുകൊണ്ട് പോലീസ് ഒരിക്കലും പിടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ പോകാം എന്ന് ഗവർണർമാർ തീരുമാനിച്ചാൽ അതൊരു ചെറിയ ഒരു കാര്യമായി നമുക്ക് തോന്നാം. അങ്ങനെയുള്ള നിരവധി ഭരണഘടന